കാര്യങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ട് എന്നോട് ആരൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ പറയാൻ മാത്രമായിട്ട് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അതാ പറയാഞ്ഞത്. നിങ്ങൾ മനുഷ്യർക്ക് ഞാൻ പറഞ്ഞത് ഇപ്പം മനസ്സിലായെന്ന് അറിയാം. ബിക്കോസ് ഇത് ഭൂമി എന്ന് പറഞ്ഞ കാര്യമില്ല. പിന്നെ കരടികളൊക്കെ ഒന്നും അന്യഗ്രഹത്തിലാണല്ലോ. എൻ്റെ അപ്പൂപ്പൻ്റെ ആത്മാവിവരല്ലേ ഈ ടെഡിപ്പാവയുടെ ദേഹത്ത്. ആക്ച്വലി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ടോൾഡ്. ഇംഗ്ലീഷ് ഇത്രയും നേരം മലയാളം പറഞ്ഞുകൊണ്ടിരുന്ന ആളാ പെട്ടെന്ന് ഇംഗ്ലീഷ്. ഐ നോ ഇംഗ്ലീഷ്. യു സ്പീക്ക്, ഐ സ്പീക്ക്. യു സ്പീക്ക് ഇംഗ്ലീഷ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കേ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സത്യം പറഞ്ഞ കാര്യങ്ങളുടെ കിടപ്പ് പക്ഷെ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വലിച്ചെറിഞ്ഞ ഈ ചെടി തന്നെ അകത്തോട്ട് കയറി വരുന്നു, ഒളിച്ചിരിക്കുന്നു, ഹോംവർക്ക് ചെയ്തു കൊടുക്കുന്നു. എന്തൊക്കെ ഇത്? എങ്ങനെ ഇത്? നിക്കി പറഞ്ഞ പോലെ അവളുടെ അപ്പൂപ്പന്റെ ആത്മാവല്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നീ ആരാ ശരിക്കും? മിന്നേക്ക് രണ്ടാക്കും ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. ആൻഡ് യുവർ മദർ ടു. ബട്ട് ഞാൻ ആരാണ് എന്താണെന്നൊക്കെ ശരിക്കറിയാവുന്ന അല്ലെങ്കിൽ ആരോ പറഞ്ഞറിഞ്ഞ ഒരാളെ ഇവിടെ ഉണ്ട്. അങ്ങനെ ആരാ അപ്പൊ ഇവിടെ? ദിസ് മാൻ, ഐ തിങ്ക് ഹിസ് നെയിം ഈസ് അർജുനൻ കുട്ടി. മാമനോ? മാമൻ ഇപ്പോഴാ അറിഞ്ഞത്? ആണോ മിസ്റ്റർ അർജുനൻ കുട്ടി? അതെ, ഞാൻ അല്പം മുമ്പ് അറിഞ്ഞത്. അതോ ഇവര് പറഞ്ഞപ്പോ? ഓക്കെ ഫൈൻ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ലെറ്റ്സ് സീ. അപ്പൊ നിങ്ങളാരാ? ആത്മാവല്ലേ? അല്ല, 1-2 വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ആത്മാക്കളെ വരാറ്, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ആത്മാവല്ല, പ്രേതവുമല്ല. പിന്നെ നീ ആരാ? എന്തിനാ ഈ ടെഡിയുടെ രൂപത്തിൽ ഇവിടെ വന്നേ? എന്തിനാ ഞങ്ങളെ ഹോംവർക്ക് ചെയ്യാൻ സഹായിച്ചത്? എല്ലാത്തിനും ആൻസർ ഞാൻ പറയാം. ഞാൻ ആരാ എന്നുള്ള ക്വസ്റ്റിന് ആൻസർ ഞാനൊരു ഏലിയനാണ്. ഏലിയനോ? എന്നുവെച്ചാ അന്യഗ്രഹ? അതെ, അന്യഗ്രഹജീവി അഥവാ EP. എന്താ പറമുട്ടി, ഇവിടെ അന്യഗ്രഹജീവിയുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. യെസ്, നോ ഇറ്റ്സ് മേക്ക് സെൻസ്. അപ്പൊ ഞാനന്ന് കണ്ടത് സ്പേസ് ഷിപ്പ് ആയിരുന്നല്ലേ? ഇതൊക്കെ എപ്പോ കണ്ടു? എന്നിട്ടെന്താ പറയുന്നേ? പക്ഷെ നീ എങ്ങനെ ഭൂമിയിലെത്തി? ഒരുപാട് കഥകളിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു അന്യഗ്രഹ ജീവിനെ നേരിട്ട് കാണുന്നത് ആദ്യ. പക്ഷെ നമ്മുടെ അർജുനൻ കുട്ടി മാത്രം കണ്ടില്ലേ ഞെട്ടാതെ നിൽക്കുന്നത്. അല്ല, നിങ്ങളെങ്ങനെ ഭൂമിയിലെത്തിയെന്ന് പറഞ്ഞില്ലല്ലോ, അതും ഈ വീട്ടില്. അത് പറ. ഓക്കെ, പറയാം. ഈ ഗാലക്സിയുടെ ഔട്ടർ സ്പേസിലുള്ള അത്താരിസ് എന്ന സ്പേസ് ഷിപ്പിലാണ് ഞങ്ങളുടെ പ്ലേസ്. നിങ്ങളുടെ ഭാഷ പറഞ്ഞ വീട്. അവിടെ തന്നെയുള്ള സെൻറ്റോസ് എന്ന സ്പേസ് ഷിപ്പിലാണ് ഞങ്ങളുടെ എനിമീസ് താമസിക്കുന്നത്. ആ പേരകത്തിൽ എന്നെ പോലെ ഒരു കുഞ്ഞ് ഏലിയനുണ്ട്, റാക്ടോസ്. ഞങ്ങൾ തമ്മിൽ സ്പേസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴി ഇടയ്ക്കിടെ കണക്ട് ചെയ്യും, കണ്ട് സംസാരിക്കും. ഒരിക്കൽ ഞങ്ങൾ കണക്ട് ചെയ്ത് സംസാരിക്കുന്നത് എൻ്റെ പേരകപ്പിലെ ക്യാപ്സോൺ കണ്ടു. ക്യാപ്സോൺ മീൻസ് ക്യാപ്റ്റൻ. ഞങ്ങളുടെ സ്പേസിലെ ലോസിന് എഗെയിൻസ്റ്റ് ആയിരുന്നു അത്. സോ അവിടുത്തെ നിയമ പ്രകാരം എന്നെ തെക്കിംഗ് മാക്സോ വേറെ ഗ്രഹത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഇറ്റ്സ് സിമിലർ ടു 30 ബേസ് ഓൺ എർത്ത്. ഒരു പേരകത്തി എർത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ച് താഴെ ഇറക്കി വിട്ടു. വന്നിറങ്ങി ഞാൻ ആദ്യം കണ്ടത് ഈ ടെഡിയായിരുന്നു. റിയൽ ഫേസിൽ എന്നെ കണ്ടാൽ മനുഷ്യർ പേടിക്കും എന്നറിയാമെന്ന് ആ ടെഡി ബിയറിനുള്ളിൽ കയറി. അങ്ങനെതാ ഇവിടെ എത്തി. ദാറ്റ്സ് മൈ സ്റ്റോറി. ഈ കഥ ഞാനിവിടെ കേട്ടിട്ടുണ്ടല്ലോ. സോ ആ സ്പേസ് ഷിപ്പിലെ രഹസ്യങ്ങൾ ചോർത്ത് കൊടുത്ത ആ കുട്ടിയെ അവർ അവരുടെ ജയിലിലാക്കി. ഇതിൽ നിന്നും എന്ത് മനസ്സിലായേ? ചിങ്ങട് പറയൂ. മിസ്റ്റർ അർജുനൻകുട്ടി ഇപ്പോഴും ഞെട്ടിയില്ലല്ലോ. ഇതിനെന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. ഇവരെയും കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ. ശല്യം ഇല്ലാന്ന് മാത്രമല്ല ഉപകാരം ഉണ്ട് കാണും.
അതെ, എന്ത് ഹോംവർക്ക് ഉണ്ടെങ്കിലും ഇത് പയറ് പോലെ വെടിപ്പായിട്ട് ചെയ്തോളൂ. പയറുമണിയോ? യു മീൻ മണി പോലെ? യെസ്, പയറുമണി. അത് പറഞ്ഞപ്പോഴോർത്തെ, നിങ്ങൾ ഏലിയൻസിന് ഞങ്ങളുടെ ഭാഷയൊക്കെ എങ്ങനെയാ അറിയുന്നേ? റിയൽ ടൈം ട്രാൻസ്ലേറ്റർ ഉണ്ട് ഞങ്ങളുടെ പയ്യനെ. ഏത് ഭാഷയും ട്രാൻസ്ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ കേൾക്കുക. ഓൾസോ തിരിച്ചു പറയുമ്പോഴും. സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഓ, ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ. നോ, ഞങ്ങൾ ഏലിയൻസ് നിങ്ങളെക്കാൾ 500 ഇയേഴ്സ് മുന്നിലാണ്. നിങ്ങളുടെ ശാസ്ത്രത്തിന് ഇതിലൊന്നും ഒരു പങ്കുമില്ല. അപ്പം എന്താണ് നെക്സ്റ്റ് പ്ലാൻ? 2 കാര്യങ്ങളുണ്ട്. നമ്പർ 1, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാം. നമ്പർ 2, എന്നെക്കുറിച്ചുള്ള ഒരു കാര്യവും മറ്റൊരാളും അറിയരുത്. അറിഞ്ഞാൽ എന്നേക്കാൾ ബുദ്ധിമുട്ട് നിങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾ ആരോടും പറയില്ല, ഡോണ്ട് വെറി. ഓക്കെ, എന്നെ ഏതെങ്കിലും ഷെൽഫിന് വെച്ചേക്കൂ. ഞാൻ റെസ്റ്റ് എടുത്തത്. Okay, പുതുക്കെ ഹാൻഡിൽ വിത്ത് കെയർ. എന്തൊക്കെ ഈ കൊച്ചു കാലത്ത് നടക്കുന്നത്? ഏലിയൻ, ടെഡി, അന്യഗ്രഹം. ഞാൻ പറയുമ്പോൾ അതിനെ ഇവിടുന്ന് ഒഴിവാക്കണം നല്ലത്. അത് വേണ്ട. ഇവര് പറഞ്ഞ പോലെ ശല്യമൊന്നുമില്ലല്ലോ, പിന്നെ ഉപകാരം ഉണ്ട് താനും. അതെ, പക്ഷെ പിള്ളേരൊക്കെ ഹോംവർക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അതിന് അവർക്കെല്ലാം ചെയ്യാനറിയാം. പക്ഷെ ഈ പഠിത്തവും എഴുത്തും എല്ലാത്തിനും കൂടെ സമയം കിട്ടാഞ്ഞിട്ടാ. അതുകൊണ്ട് തന്നെ ടെഡീനെ ഞങ്ങൾ ഇവിടെ തന്നെ നിർത്തും. പക്ഷെ ടൈം കഴിഞ്ഞാൽ ഏലിയൻ തിരിച്ചു പോകും. പിന്നെ ഹോംവർക്ക് എല്ലാം ഗുദാഹവ. അത് സാരമില്ല, പോണ വരെ ചെയ്തു തരുമല്ലോ. അപ്പൊ അതിനിവിടെ നിർത്താൻ തന്നെയല്ലോ എല്ലാരും തീരുമാനം. മാമൻ എന്തിനാ ടെഡിയോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം? ആർക്കറിയാം, എന്തെങ്കിലും കാണും. മാമന്റെ കാര്യല്ലേ. മാമ വന്ന് കയറിയപ്പോ ടെഡീനെ കണ്ട് ഞെട്ടിയത് ചേച്ചി ശ്രദ്ധിച്ചെന്നോ? യെസ്, അത് ഞാൻ ശ്രദ്ധിച്ചു. മാത്രല്ല, മാമൻ ആദ്യം ചോദിച്ചത് ഇത് ഏതാ ടെഡീന്നാ. ഏലിയൻ എന്തോ 2-3 തവണ ചേട്ടനോട് അർത്ഥം വെച്ച് സംസാരിക്കുന്ന കേട്ടു. ചേട്ടൻ അതിനൊന്നും മറുപടി പറഞ്ഞുമില്ല. അതാ ഞാൻ പറഞ്ഞ എന്തോ ഉണ്ടെന്ന്. നിക്ക് ഡിയമോള് വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. എന്താ? നമ്മൾ ഫ്ലാഷ് ബാക്ക് എല്ലാം പറഞ്ഞത് കേട്ട് കഴിഞ്ഞ് മാമൻ ആദ്യം ചോദിച്ചത്. അപ്പൊ ഇന്നലെ രാത്രി ദിയ ദേവുവിന്റെ റൂമില് ഒരു ടെഡി പിടിച്ച് നിൽക്കണ്ടല്ലോ. അതേത് ടെഡി? ഇന്നലെ ക്ഷീണം കാരണം കിടന്നുറങ്ങിയ മാമനെ വൈകിട്ട് നോക്കുമ്പോൾ കാണാതാകുന്നു, പറയാതെ പോകുന്നു. എന്നിട്ട് ചേട്ടനൊന്നും പറയാതെ പോയി എന്നാണോ പറയുന്നത്? ആ, ഇന്ന് പോണില്ല എന്ന് നിക്കിനോട് പറയണ കേട്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോ ആളെ കാണാനില്ല. അന്ന് രാത്രിയാണ് ഡിയമോൾ 2ാമത്തെ ടെഡീനെ എടുത്ത് ചേച്ചിന്റെ ഷെൽഫിൽ വെക്കുന്നത്. അതെങ്ങനെ മാമൻ കണ്ടു? ശരിയാണല്ലോ, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പം മാമനാണ് ആ ഷെൽഫ് തുറന്നത്. അതെ, പക്ഷെ എന്തിന്? അതും വെറും ഒരു ടെഡീനെ എടുക്കാന്? വെറും ഒരു ടെഡീനെയാണ് മാമ മോഷ്ടിക്കാൻ വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. മൊത്തം കാര്യങ്ങൾ കൂട്ടി വായിച്ചാ മാമൻ വന്നത് ആ ഏലിയൻ ടെഡീനെ തപ്പി തന്നെയാണ്. ഏലിയൻ ആണെന്ന് മാമൻ എങ്ങനെയോ അറിയാം. പക്ഷെ ഒരേപോലെയുള്ള 2 ടെഡി ഉണ്ടായതുകൊണ്ട് മാമന്റെ മോശം അല്പം പാളിപ്പോയി. അതെ, പക്ഷെ ഇന്ന് മാമൻ വന്നപ്പോൾ ആ സത്യം മാമൻ അറിയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനിയും മാമന് വരും അത് മോഷ്ടിക്കാനായിട്ട്. എല്ലാം ഓക്കെ, പക്ഷെ എന്തിനാണ് ചേട്ടൻ ഈ ഏലിയനെ? ഈ ഏലിയൻ ഇവിടെ ഉണ്ടെന്ന് ചേട്ടൻ എങ്ങനെയാ അറിഞ്ഞത്? അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓ, എന്തിന്? മാമ മോഷ്ടിക്കട്ടെ, ഒരു ഏലിയനല്ലേ, അത് പോട്ടെ. അങ്ങനെയല്ല, മനുഷ്യനായാലും മൃഗമായാലും ഏലിയനായാലും അഭയം തേടി നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാ. സോ നമ്മളത് ചെയ്യണം. അതെ, ഏലിയൻ ടെഡീനെ നമ്മളെ രക്ഷിക്കും. അങ്ങനെ സംരക്ഷിക്കണമെങ്കിൽ ആദ്യം മാമൻ ഇതിലെന്താ കാര്യം എന്നറിയണം. എങ്ങനെ അറിയും? ഒരു വഴിയുള്ളത് മാമന്റെ കോൾ റെക്കോർഡ് പരിശോധിക്കുക എന്നുള്ളതാണ്. പക്ഷെ മാമ പോയില്ലേ? എവിടെ പോയാലും ചേട്ടൻ ഉടനെ മടങ്ങി വരും ആ ഏലിയൻ ടെഡീനെ മോഷ്ടിക്കാൻ.
പിന്നെ വിളിക്കാം. ആ മാമ അവരിവിടെ ഇല്ല. എവിടെ പോയതാ? കുടുംബശ്രീന്റെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പിള്ളേരും പോയോ? പോയി. അവരിവിടെ ബോറടിച്ചിരിക്കല്ലേ. ആ, നീ എവിടെയായിരുന്നു? ഞാൻ വന്നപ്പോ കണ്ടില്ലല്ലോ. ഞാൻ പുറകത്ത് പൂച്ചയാണ് ഓടിക്കായിരുന്നു. ഭയങ്കര പൂച്ച ശല്യം. എന്നാ നീ പോയി പൂച്ചേനെ പിടിച്ചോ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, റെസ്റ്റ് എടുക്കൂ. കണ്ടം തണ്ടി നിക്കണ അവിടെ. പാസ്വേഡ് അറിയാം നിനക്ക്? യെസ്, Arjun@AK47. ഓ, ഹാക്കിംഗ്. ഇത് ഞാൻ മാമ ടൈപ്പ് ചെയ്തപ്പോ ഒളി നോക്കി കണ്ടുപിടിച്ചതാ, അല്ലാതെ ഹാക്കിംഗ് ഒന്നും അല്ല. ശരി. കൂടുതലും അച്ഛച്ചൻ്റെയും അമ്മമ്മേൻ്റെയും മുത്തശ്ശീൻ്റെ ഒക്കെ നമ്പറാ, പിന്നെ ബാങ്കിലെ നമ്പറും. ഇതൊന്നും അല്ലാത്ത നമ്പർ നോട്ട് ചെയ്യേ. അതല്ലാതെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. ഇന്നലെ 2:34 PM. ഏകദേശം 3 മണിയായപ്പോഴല്ലേ മാമനെ കാണാതെ. ആ, എന്നാ ആ നമ്പർ നോട്ട് ചെയ്യേ. അത് ഞാൻ അമ്മേൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ആ, ഇനി അത് ഡിലീറ്റ് ചെയ്തിട്ട് മൊബൈൽ തിരിച്ചു വെച്ചേക്ക് വേഗം. അപ്പോൾ അവരിത് മാറ്റി എന്ന് വെച്ചാ ആരെങ്കിലും അത് മോഷ്ടിക്കുന്നു അവർക്ക് ഉറപ്പുണ്ട്. അയ്യോ, ഫോൺ. ഇനി ആ നമ്പർ വെച്ച് എന്ത് ചെയ്യാനാ? എൻ്റെ ഫ്രണ്ട് മിൻഷേൻ്റെ ഫാദർ ജിയോൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അങ്കിളിനോട് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുപ്പിക്കാം. ഓക്കെ, എന്നാ വാ. ആ ശരി അങ്കിൾ, മതി, അത് മതി. ഓക്കെ, എന്തായി? നാളെ രാവിലത്തേക്കിന് എടുത്തു തരാന്നാ പറഞ്ഞേ. അങ്കിൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അത് മതി, ഒരു രാത്രി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ഈ രാത്രി ഇനിയൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്ത് സംഭവിക്കാൻ? അത് ഒറ്റ രാത്രി കൊണ്ട്. അങ്ങനെ പറയരുത്. ഒരു രാത്രി കൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ജഗന്നാഥൻ ബോംബെയിലെ ധാരാവിയിലെ ഒരു ചേരി ഒഴിപ്പിച്ചത് ഒരൊറ്റ രാത്രി കൊണ്ടാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് അതുകൊണ്ട് ഇവിടെയും